അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെനോൾട്ടിൻ്റെ ക്യുഡിൻ്റെ മോഡലിലേക്ക് നമ്മൾ കമ്പനി സ്റ്റീരിയോയിൽ തന്നെ ഒരു റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഉണ്ട്, എന്നാലും നമുക്കൊരു ഫുൾ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബമ്പറിൻ്റെ ഈ ബ്ലാക്ക് ഭാഗത്ത് സെൻട്രലായിട്ടാണ് നമ്മൾ ഡ്രിൽ ചെയ്ത് വെക്കുന്ന ഒരു മോഡല് റിവേഴ്സ് ക്യാമറയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ പഞ്ച് ചെയ്ത് വെക്കുന്ന ഒരെണ്ണവും സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഈ ഒരു റിവേഴ്സ് ക്യാമറ സെലക്ട് ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാം കുറേ LED ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നൈറ്റ് വ്യൂ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ LED ഇത് നമ്മളെ സഹായിക്കും. ഇതിൽ നിങ്ങൾക്ക് കാണാം 2 ഫീമെയിൽ കണക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ AB ജാക്കും ഒന്ന് പവർ കോഡും. പിന്നെ ഇത് ഹോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ബിറ്റുകളെല്ലാം, അതായത് ഡ്രില്ലിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഡ്രിൽ ബിറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഹോള് കറക്റ്റായിട്ട് നമുക്ക് ആ ബമ്പറിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കും. പിന്നെ ഇതിനകത്ത് വന്നിട്ട് അത്യാവശ്യം നീളമുള്ള ഒരു AV കോഡ് തന്നെയാണ് വരുന്നത്. അത് ക്യാമറ സ്പെഷ്യൽ കേബിളാണ്. കാരണം ക്യാമറയ്ക്ക് ഒരു ഫീഡ്ബാക്ക് ലൈനും കൂടെ ആവശ്യമുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോഴത്തേക്കും റിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു 12 വാൾട്ട് നമ്മുടെ ഈ സ്റ്റീരിയോയിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. എങ്കിലേ സ്റ്റീരിയോയ്ക്ക് മനസ്സിലാവുള്ളൂ റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്തു, ചാനൽ മാറ്റണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീരിയോയിൽ ഡീഫോൾട്ടായിട്ട് റിവേഴ്സ് ക്യാമറ വയ്ക്കുന്ന ഓപ്ഷൻ ഇല്ല. നമ്മൾ ഡീഫോൾട്ടായിട്ട് സെറ്റിങ്സിനകത്ത് കയറിയിട്ട് വീഡിയോ സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, അതായത് സോഫ്റ്റ്വെയർ വേർഷൻ എടുത്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ വെർഷൻ വന്നിട്ട് 8.0.5 ആണ്. അപ്പോൾ ഓരോ വെർഷനും ഓരോ കോഡുകളുണ്ട് ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കാർഷീരിയോ അൺലോക്ക് ചെയ്യുന്ന കമ്പനി തരുന്ന ആ ഒരു കോഡല്ല, ഇത് പ്രത്യേകം കോഡുകളാണ്. അപ്പം 8.05 താഴോട്ട് ഉള്ളതിൻ്റെ, അതായത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഞാൻ താഴെ ഒരു കോഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ FAT32 ഫോർമാറ്റ് ചെയ്ത ഒരു പെൻ ഡ്രൈവിനകത്ത് ഒരു INI ഫയൽ കൊണ്ടിടാനുണ്ട്. അപ്പോൾ ആ ഫയലിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഷൻ 5 തൊട്ട് തുടങ്ങി 8.05 വരെ വരുന്നതിനെ ഓൾഡർ വേർഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ 8.05 ശേഷമുള്ളതിനെ ന്യൂവർ വെർഷൻ എന്നും പറഞ്ഞും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് കണക്ക് 1, 2, 3, 4 ആൻഡ് 5 ഈ സെക്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ടെസ്റ്റ് മോഡ് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ ടെസ്റ്റ് മോഡിൽ നിങ്ങളുടെ വേർഷൻ അനുസരിച്ച് ഏത് കീ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കീ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ കീ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർ മാറത്തില്ല, നമ്മൾ തന്നെ ബാക്ക് സ്പേസ് 4 പ്രാവശ്യം അടിച്ച് കളയണം. എന്നിട്ട് ആ സെക്കൻഡ് കീ കൊടുക്കണം, ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന സെക്കൻഡ് കീ കൊടുക്കണം. ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സെറ്റിങ്സിൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു ഫേംവെയറിൽ സെറ്റിങ്സ് എല്ലാം മാറ്റാനുള്ള വിൻഡോ നമുക്ക് അൺലോക്ക് ആയി. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ നിങ്ങൾ വേറെ ഒരു സ്ഥലത്തും ഒരു അബദ്ധവശാൽ പോലും ഒന്നിലും ടച്ച് ചെയ്യരുത്. അതാണ് നമുക്ക് സേവ്. നമുക്ക് വേണ്ടത് ഈ MICOM ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിനകത്താണ് നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ഓപ്ഷനും റിയർ വ്യൂ അതായത് റിയർ സ്പീക്കറിൻ്റെ ഓപ്ഷനും എല്ലാം എനാബിൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിപ്പോൾ ഡിസേബിൾ ആയി കിടക്കുവാണ്. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ FAT32 ഫോർമാറ്റ് ചെയ്ത ഒരു പെൻ ഡ്രൈവിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിലുള്ള ഫയൽ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ഫയൽ സിപ്പ് ഫയലാണ്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് ആ INI ഫയൽ മാത്രമേ ഇതിനകത്ത്, വേറെ ഒരു ഫയൽ ഈ പെൻ ഡ്രൈവിനകത്ത് ഉണ്ടായിരിക്കാൻ പാടില്ല. ഇത് കണക്ട് ചെയ്യുമ്പോൾ നോ മീഡിയ ഫയൽ ഫൗണ്ട് ഇൻ USB ഇങ്ങനെ തന്നെ കാണിക്കണം. ചിലപ്പോൾ നമ്മൾ മീഡിയ ഡിവൈസ് അൺറെക്കഗ്നൈസ്ഡ് എന്നൊക്കെ കാണിക്കും. അതൊന്നുമല്ല, ഈ ഒരു ഇത് തന്നെയാണ് കാണിക്കുന്നത്, നോ മീഡിയ ഇൻസൈഡ്. അതായത് USB മീഡിയ ഡിറ്റക്ട് ചെയ്തു, അതിനകത്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയ മീഡിയാസ് ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. എന്നിട്ട് സെറ്റിങ്സിൽ പോകും. ഈ റിയർ വ്യൂ ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഡീഫോൾട്ടായിട്ട് കാണത്തില്ല കേട്ടോ. ഞാൻ ഓൾറെഡി എനാബിൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് കാണുന്നത്. എന്നിട്ട് നമ്മൾ സിസ്റ്റത്തിൽ പോയിട്ട് സിസ്റ്റം വെർഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 1, 2, 3, 4 ആൻഡ് 5 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടെസ്റ്റ് മോഡ് ഓപ്പൺ ആവും. ടെസ്റ്റ് മോഡിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന പിന്നുകൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ടെസ്റ്റ് മോഡിൽ നമ്മൾ താഴെ തന്നിരിക്കുന്ന ഒരു സെക്യൂരിറ്റി കോഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചില സമയത്ത് അത് തെറ്റാണ് എന്ന് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം MICOM ടെസ്റ്റ് ഇവിടെ ഇപ്പോൾ എനാബിൾ ആയിരിക്കുന്ന കാണാം. അതിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇതിൽ ഒരു കാരണം വെച്ചാലും കൈ അബദ്ധത്തിൽ പോലും തട്ടി ഈ ക്ലിയർ വിർജിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തട്ടാനേ പാടില്ല. കാരണം അവിടെ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റയും പോകും. ചിലപ്പോൾ കാർ സ്റ്റീരിയോ തന്നെ പിന്നെ വർക്ക് ചെയ്തില്ല എന്ന് വരും.
അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഭാഗത്ത് തട്ടാൻ പാടില്ല. DSI കോൺഫിഗറേഷൻ ആണ് നമുക്ക് സേവ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ പോകുമ്പോൾ എല്ലാവർക്കും ശ്രദ്ധ പോകുന്ന ഒരു സംഭവമാണ് ഈ എക്കോ ഡീആക്ടിവേറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതൊന്നും ഹാർഡ്വെയർ ഇല്ലാതെ വർക്ക് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്, സ്പീക്കർ റിയർ. അത് ഓഫിലായിരിക്കും കിടക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്യുമ്പം അത് ഓൺ ആവും. അതുപോലെ തന്നെ RVC, റിയർ വ്യൂ ക്യാമറ, അതും ഓഫിലായിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ ഡീഫോൾട്ടായിട്ട് ഓഫിലായിരിക്കും കിടക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഓൺ ആവും, അല്ലെങ്കിൽ ഇങ്ങനെ RVC എന്ന് എഴുതി കാണിക്കും. അങ്ങനെ പല പല സോഫ്റ്റ്വെയറിന് പല രീതിക്കായിരിക്കും. അപ്പോൾ അത് ചെയ്യുക. അത് ചെയ്തിട്ട് ആ ക്ലിയർ വിർജിൻ തട്ടാതെ കറക്റ്റായിട്ട് DSI കോൺഫിഗറേഷൻ ഒരു പ്രാവശ്യം മാത്രം പ്രസ് ചെയ്യുക. അപ്പോൾ കാർ സ്റ്റീരിയോ ഇങ്ങനെ ഹാങ് ആയതുപോലെ നിൽക്കും എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുക. പെൻഡ്രൈവ് ഈ പറയുന്ന പ്രോസസ്സിൽ നിന്ന് ഒരു അബദ്ധവശാൽ പോലും പെൻഡ്രൈവ് റിമൂവ് ചെയ്യാൻ പാടില്ല. പെൻഡ്രൈവ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. മാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മറ്റ് കാറിന് മറ്റ് പ്രോബ്ലംസും ബാറ്ററി ഡൗൺ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ചെയ്യണം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാർ സ്റ്റീരിയോ റീസ്റ്റാർട്ടായി വരുന്നത് കാണാം. റെനോൾട്ടിൻ്റെ ലോഗോ വരുന്നുണ്ട്. റീസ്റ്റാർട്ട് വരുന്നവരെ പെൻഡ്രൈവിൽ ഒരു കാരണവശാലും തുടരുത്. നമ്മുടെ മീറ്ററിൽ എന്തെങ്കിലും സെക്യൂരിറ്റി വാർണിംഗ്സ്, അതായത് എന്തെങ്കിലും വാർണിംഗ് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഹാൻഡ് ബ്രേക്ക് വാർണിംഗ് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും വാർണിംഗ് ഉള്ള സമയത്തൊന്നും ഇത് ചെക്ക് ചെയ്യരുത്. കാരണം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാർ സ്റ്റീരിയോ ഓഫായി പോയാൽ തീർന്നു, അവിടെ തീർന്നു. അപ്പോൾ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് റിയർ വ്യൂ ക്യാമറയുടെ ഓപ്ഷൻ ഇപ്പോൾ എനാബിളായി വന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഫെയ്ഡറിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോയിലും റിയർ വ്യൂ സ്പീക്കറിൻ്റെ കണക്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ റിയർ വ്യൂ സ്പീക്കറും, അത് റിയർ വ്യൂ അല്ല, സോറി, റിയർ സ്പീക്കറും നമ്മൾ ചെയ്തിട്ടുണ്ട്. റിയർ വ്യൂ ക്യാമറയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓഫ് ഓൺ എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ സെറ്റിങ്സിൽ ചെയ്യാം. ഇനി നമുക്ക് മറ്റുള്ള ഫിറ്റിങ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബാറ്ററിയിൽ നിന്നും കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യണം. കാരണം അബദ്ധവശാൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ വണ്ടിയുടെ മറ്റ് പാർട്സും ഒക്കെ ഡാമേജ് ആവും. അപ്പം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഇളക്കാനായിട്ട് അവിടെ എൻ്റെ ഫിംഗർ ഞാൻ വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ മുകളിലേക്ക് പുള്ള് ചെയ്യുമ്പോഴത്തേക്ക് ഇളകും. അത് നമ്മൾ ആ പ്രഷർ കൊടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതായത് ഞാൻ എൻ്റെ ആ ഒരു പെരുവിരലിലാണ്, ആ തമ്പിലാണ് ഞാൻ ആ പ്രഷർ കൊടുക്കുന്നത്. ആ പ്രഷർ കൊടുത്ത് നമ്മൾ പതുക്കെ വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. വലിയ ബലം ഉപയോഗിക്കണമെന്നില്ല. എല്ലാം ലോക്കുകളാണ്. അപ്പം ഇത് വളരെ ഈസി ആയിട്ട്, റെനോൾട്ടിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോക്കുകളെല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ ഇളകി വരും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അധികം വലിച്ചു പിടിക്കാതെ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടൂൾ സെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അൺലോക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്ററോ ഇതുപോലുള്ള ഒരു ചെറിയ മൈനസോ എടുത്ത് കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഈസി ആയിട്ട് വരും. വലിയ ടൂളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു 15 രൂപയുടെ ടെസ്റ്റർ മേടിച്ചാൽ മതി. ഈ സ്ക്രൂ ഒന്നും അധികം ടൈറ്റ് ചെയ്തല്ല റെനോൾട്ട് വെച്ചിരിക്കുന്നത്. എല്ലാം ഒരു പ്രോപ്പറായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ബലമൊന്നും കൊടുക്കേണ്ടില്ല. അതുകൊണ്ടൊരു ടെസ്റ്റർ തന്നെയുണ്ട്. എന്നിട്ട് സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് ഈ മീഡിയ പുറത്തേക്ക് എടുക്കുക, മീഡിയ ഡിവൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെനോൾട്ടിൻ്റെ ലോഗോ കാണാം. സത്യത്തിൽ ഇത് LG പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൽ നിന്ന് പതുക്കെ പതുക്കെ നിങ്ങൾ ഓരോ കണക്ടറായിട്ട് വയറിൽ പിടിക്കാതെ കണക്ടറിൽ തന്നെ പ്രോപ്പറായിട്ട് പിടിച്ച് റിമൂവ് ചെയ്യുക. ഈ രണ്ടാമത്തെ ക്ലിപ്പ് ഇളക്കുമ്പോഴത്തേക്കും കുറച്ച് പാടായിരിക്കും. അപ്പോൾ സോഫ്റ്റായിട്ട് ആ ക്ലിപ്പിൽ പിടിച്ച് സോഫ്റ്റായിട്ട് തന്നെ ഇളക്കി എടുക്കുക, റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർ സ്റ്റീരിയോ. വളരെ നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു ഡിവൈസാണ്. ആ സെൻറ്ററിൽ തള്ളി നിൽക്കുന്നത് കാർ സ്റ്റീരിയോ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ മൂവ്മെൻ്റ് ഒന്നും വരാതെ കറക്റ്റ് ഒരു സ്ലോട്ടിൽ കയറി ഇരിക്കാനാണ്. ഇനി ഇതിൻ്റെ വയർ കൃത്യമായിട്ട് വലിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ട്രേ ഒന്ന് റിമൂവ് ചെയ്യാണ്. ജസ്റ്റ് രണ്ട് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന AV വയർ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാർ സ്റ്റീരിയോ ഇരിക്കുന്ന ആ പൊസിഷൻ തൊട്ട് റിവേഴ്സ് ക്യാമറ വെക്കുന്ന ബമ്പർ വരെ പോകുന്നു. അത്യാവശ്യം നല്ല നീളമുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന റെഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അതായത് നമ്മുടെ റിവേഴ്സ് ലൈറ്റിൽ നമ്മൾ ഈ റെഡ് ലൈൻ കൊടുക്കും. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സിൻ്റെ ലാമ്പ് കത്തുമ്പോൾ ഈ ലൈൻ വഴി കാർ സ്റ്റീരിയോയ്ക്ക് അറിയാൻ പറ്റും റിവേഴ്സ് ഗിയർ ഇട്ടു എന്ന്. അപ്പോൾ കാർ സ്റ്റീരിയോ മാറി റിയർ വ്യൂ ക്യാമറയുടെ മോഡിൻ്റെ ആ ചാനലിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ അത് നമ്മൾക്ക് ഇതിപ്പം നമ്മൾ DIY ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇത് കറക്റ്റായിട്ട് വലിച്ച് പുറകിലെത്തിക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റീരിയോയിൽ ഇപ്പോൾ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് കട്ട് ചെയ്യും. ഇതിൽ ഈ പച്ച ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ AV ജാക്കിൻ്റെ പോസിറ്റീവാണ്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കാണുക. ഈ പച്ച ചിലപ്പോൾ ബ്ലൂ ആയിട്ടും വരാം, നിങ്ങൾ വാങ്ങിക്കുന്ന ക്യാമറയ്ക്ക് അനുസരിച്ചിരിക്കും. ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് AV ജാക്കിൻ്റെ പോസിറ്റീവും ബ്ലാക്ക് എന്ന് പറയുന്നത് AV ജാക്കിൻ്റെ നെഗറ്റീവുമാണ്. ഈ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് ലൈനാണ്, അതായത് റിവേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ലൈനാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിത് ജമ്പ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ കാണാം. വളരെ ഈസി ആയിട്ടാണ്. ഈ കേബിൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട്
നമുക്ക് ഇതിൽ ആ പറയുന്ന ഹോളുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഈ 24 ഫീമെയിൽ പിന്നിനകത്ത് നിങ്ങൾക്ക് ഹോളുകൾ ഒരുപാട് കാണാം. അവിടെയൊന്നും അത്യാവശ്യം ലൈൻ വലിക്കാത്ത ഭാഗത്തൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് ഷോർട്ട് ആവുമെന്നൊന്നും പേടിക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് ലൈന് അതായത് നമ്മുടെ ഈ പിന്നിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഫീഡ്ബാക്ക് ലൈന് മുകളിൽ നിന്ന് മൂന്നാമതും, നമ്മുടെ AV ജാക്കിൻ്റെത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മൂന്നാമതും, അതിൻ്റെ നെഗറ്റീവ് അതേ ഭാഗത്ത് താഴെന്ന് മൂന്നാമതും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് നോക്കിക്കോളുക. റെഡ് ഫസ്റ്റ് ആ ഒരു പിന്ന് ഞാൻ എവിടെയാണ് പിടിച്ചിരിക്കുന്നത് കൊടുക്കുക. എന്നിട്ട് ഒരു ജസ്റ്റ് അതിൻ്റെ പുറകോട്ട് വെച്ചൊരു ടേപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങത്തില്ല. എന്നിട്ട് ജസ്റ്റ് ഇതങ്ങ് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ജമ്പ് ചെയ്ത് കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കമ്പനി കാർ സ്റ്റീരിയോ അല്ലെങ്കിൽ ഈ AV ജാക്കൊക്കെ ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള AV ഫീമെയിൽ പോർട്ടുകൾ കാർ സ്റ്റീരിയോയുടെ പുറകിൽ തന്നെ കാണും. പക്ഷേ കമ്പനി സ്റ്റീരിയോ വരുന്ന ഒരു കാറുകളിലും അങ്ങനെ കാണത്തില്ല. എല്ലാം കൂടെ അവരൊരു കേബിളിനകത്തായിരിക്കും കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് തിരിച്ച് എങ്ങനെയാണോ ഉരിയ അതുപോലെ തന്നെ കാർ സ്റ്റീരിയോ ജസ്റ്റ് വെക്കുക. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്വിഡിന് വരുന്നത് ഒരു സൈഡിൽ മാത്രമാണ് നമ്മുടെ ഒരു റിവേഴ്സ് ലാമ്പ് വരുന്നത്. അതിൽ നിന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് ലൈൻ എടുക്കേണ്ടതുണ്ട്. അപ്പം ഈ 2 നെട്ട് ഊരിയതിന് ശേഷം ഞാൻ ആ പുഷ് ചെയ്ത ഭാഗത്ത് നിന്ന് നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാമെങ്കിൽ, അധികം ബലം പ്രയോഗിക്കരുത്, കാരണം എല്ലാം പ്ലാസ്റ്റിക് ക്ലിപ്പാണ്. ഒന്ന് പതുക്കെ പുഷ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇതിങ്ങ് ഇളകി വരും. എന്നിട്ട് ഈ വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ നല്ല ടൈറ്റായിട്ട് ഒരു റബ്ബർ ബുഷ് ഇരിപ്പുണ്ട്. അത് പതുക്കെ വരത്തില്ല, ബലമായിട്ട് തന്നെ വലിച്ചെടുക്കുക. അത് തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുകയും വേണം, കാരണം വെള്ളം അകത്തൊക്കെ പോകാതിരിക്കാനാണ്. ഓക്കെ, അത് ഫിറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ലാമ്പിൻ്റെ കണക്ടർ നമുക്ക് അവിടെ കാണാം. മാത്രമല്ല നമ്മുടെ ക്യാമറയുടെ ലൈന് നമ്മൾ സൈഡിൽ കൂടെ വലിച്ച് ഓൾറെഡി പുറകിൽ എത്തിച്ചിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു ഹോൾ വഴി പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പവർ കേബിളാണ്, അതായത് ക്യാമറയ്ക്ക് പവർ കൊടുക്കാനുള്ള മെയിൽ കണക്ടറാണ്. അപ്പം ഇതിനും ഈ മെയിൽ കണക്ടറിനും ഒരു പോസിറ്റീവ് 12 വാൾട്ട് വേണം ക്യാമറ ഓൺ ആവാൻ. അത് എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ കത്തുന്ന വൈറ്റ് ലാമ്പിൻ്റെ പോസിറ്റീവിലാണ് കൊടുക്കേണ്ടത്. കാരണം റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ മാത്രമാണ് ക്യാമറയ്ക്ക് പവർ കിട്ടേണ്ടത്. നമ്മളപ്പോൾ ഈ ഒരു നട്ട്, ബമ്പറിൻ്റെ ഒരു നട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ സ്ഥലം കിട്ടും. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതുവഴി വയർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മൾ ക്യാമറ വെക്കാൻ പോകുന്ന പൊസിഷനിൽ, അതായത് കാറിൻ്റെ അടിഭാഗത്തേക്ക് വരും. അതുവഴി നമുക്ക് ഈസി ആയിട്ട് ആ വയറിങ് വലിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത് വലിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിവേഴ്സ് ലാമ്പിൻ്റെ ആ കണക്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഗ്രീൻ കാണുന്നില്ലേ, അതായത് വൈറ്റ്, ഗ്രീൻ, ബ്ലാക്ക്, അതിൽ ആ ഗ്രീൻ എന്ന് പറയുന്നതാണ് റിവേഴ്സ് ലാമ്പിൻ്റെ പോസിറ്റീവ് കണക്ഷൻ. ശ്രദ്ധിച്ച് നോക്കുക, ആ ഗ്രീൻ ആണ് ഇതിൻ്റെ നമ്മുടെ റിവേഴ്സ് ലാമ്പിൻ്റെ പോസിറ്റീവ് കണക്ഷൻ. നെഗറ്റീവ് നമ്മൾ ബോഡിയിൽ എവിടെയെങ്കിലും കൊടുത്താൽ മതി. നെഗറ്റീവ് അവിടെ നിന്ന് ജമ്പ് ചെയ്തെടുക്കേണ്ട. ആ ഭാഗവും നമ്മൾ കാർ സ്റ്റീരിയോയിൽ എങ്ങനെയാണോ ജമ്പ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ജമ്പ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ AV ജാക്കിൻ്റെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരു ലൈൻ ഉണ്ട്, അതും ഈ റെഡിൽ തന്നെ കൊടുക്കുക. ആ ജമ്പ് ചെയ്തെടുത്ത വയറിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് ക്യാമറയിലേക്ക് നമ്മൾ പവർ സപ്ലൈയുടെ ഇത് കണക്ട് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്യുക. അതുപോലെ AVയും കണക്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ക്യാമറ പുറത്ത് വെച്ച് തന്നെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാലോ. കാരണം ഈ ക്യാമറ 400 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്നു, പുറകിൽ റിവേഴ്സ് ലാമ്പ് ഓൺ ആവുന്നു. റിവേഴ്സ് ലാമ്പ് ഓൺ ആകുമ്പോൾ റിവേഴ്സ് ലാമ്പിൻ്റെ പോസിറ്റീവിലാണ് നമ്മൾ മറ്റേ ഇത് ക്യാമറയുടെ ഫീഡ്ബാക്ക് ലൈൻ, അതായത് ആ ഒരു റെഡ് ലൈനും നമ്മുടെ ക്യാമറയ്ക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ള കേബിൾ, അതായത് പോസിറ്റീവും കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവും നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ലാമ്പ് ഓൺ ആകുമ്പോൾ ക്യാമറയും ഓൺ ആവും, അതിൻ്റെ ഫീഡ്ബാക്കും കിട്ടും. ആ ഫീഡ്ബാക്ക് നേരെ ആ റെഡ് ലൈനിൽ കൂടെ, AV ജാക്കിൻ്റെ കൂടെ വരുന്ന റെഡ് ലൈനിൽ കൂടെ കാർ സ്റ്റീരിയോക്ക് കിട്ടുന്നു. കാർ സ്റ്റീരിയോ മനസ്സിലാക്കുന്നു അവിടെ ക്യാമറ ഓൺ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ക്യാമറയുടെ ആ ചാനലിലേക്ക് മാറുന്നു, നമ്മുടെ ക്യാമറ ആക്ടിവേറ്റ് ആവുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടിയ തന്നെ ആ ഒരു ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഹോളിൻ്റെ ഒരു പ്രശ്നം എന്തുവാണെന്ന് പറഞ്ഞാൽ, കറക്റ്റ് ക്യാമറ സൈസിനാണ് ആ ഹോൾ വെച്ചിരിക്കുന്നത്. ക്യാമറ അഥവാ കയറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് ചൂടാക്കിയിട്ട് ക്യാമറ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് പുഷ് ചെയ്തങ്ങ് കയറ്റുക. ഓക്കെ, എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ കമ്പനി സ്റ്റീരിയോയിൽ തന്നെ റിവേഴ്സ് വരുന്നത് കാണാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിലൊരു പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, പേടിക്കേണ്ട ഒരു കാര്യമല്ല, പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ ഈ ഒരു വ്യൂ കണ്ടതിന് ശേഷം റിവേഴ്സ് ഗിയറിൽ നിന്ന് മാറ്റി നോർമൽ ഗിയറിലോട്ട് ആക്കുമ്പോഴത്തേക്കും ക്യാമറ ഈസ് ഡാമേജ്ഡ് ഓർ നോട്ട് കണക്റ്റഡ് ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കും. അത് പേടിക്കാനൊന്നുമില്ല, അത് കാർ സ്റ്റീരിയോയുടെ ഫേംവെയറിൻ്റെ ഒരു ഇതാണ്.
അപ്പോൾ ഇത്രയാണ് ക്വിഡിൽ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്യുന്നത്. എന്നത്തെയും പോലെ ഇന്നത്തെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.